ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ വീട്ടിലാണുള്ളത്. ഞങ്ങളൊരു യാത്ര പോവാം. എവിടെ പോവാം? അഴീക്കൽ കാർണിവൽ. ഓക്കെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീച്ചായ അഴീക്കൽ പോവാം. അവിടെ ഒരു ബീച്ച് കാർണിവൽ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും കുറേ പേര് എല്ലാവരും കാണിച്ചത്. അപ്പോൾ നമുക്ക് പോവാം. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തീരദേശ പാതയിലൂടെ പണിക്കർകടവ് വഴി അഴീക്കിലേക്ക് പുറപ്പെട്ടത്. തീരദേശ പാതയിൽ പൊതുവെ തിരക്ക് കുറവാണെങ്കിലും ഇപ്പോൾ ഈ കാർണിവൽ നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. ക്രിസ്മസ് ദിവസം നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ചെറിയഴിക്കൽ ഇവിടെ ഫുട്ബോൾ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ മേള ആരംഭിക്കും. ഇപ്പോൾ ഒരു 2-3 ദിവസമായുള്ളത് ഫുട്ബോൾ മേള ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നേരെ അഴീക്കിലേക്ക് പോകുന്നത്. ഒരുപാട് തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർണിവൽ കാഴ്ചകളാണ്. ഇന്നിതുവഴി പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സുനാമി നടന്നിട്ട് 20 വർഷം ഇന്നലെ പൂർത്തിയായി. അതായത് ഡിസംബർ 26-നായിരുന്നു ആ ഭീകര സംഭവം. ഇതാണ് കാണുന്ന സുനാമി സ്മൃതി മണ്ഡപം. ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം വന്ന് ഇന്നലെ പുഷ്പാഞ്ജലി അർപ്പിച്ചിരുന്നു. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് നേരെ ആലുംപീടി, അതായത് ഓച്ചിറയിൽ നിന്ന് വന്ന് കയറുന്ന വഴിയാണിത്. ഇപ്പോൾ അഴീക്കലേക്ക് വരുന്ന ഒരുവിധം ആൾക്കാരെല്ലാം ഇതുവഴിയാണ് വരുന്നത് കേട്ടോ. നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ അങ്ങ് വലിയ തിരക്കൊന്നും കാണുന്നില്ല. ക്രിസ്മസ് ദിവസമൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ്ടേ കണ്ടില്ലേ ബ്ലോക്ക്. ഇതാണ് അവസ്ഥ. ഇത് കുറേ നേരമായിട്ട് ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 1/4 മണിക്കൂറായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് വന്നാൽ. അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തത് നമ്മുടെ ഈ കടൽ മച്ചാൻ്റെ വീട്ടിൽ ഭയങ്കര തിരക്ക് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. റോഡിലങ്ങ് ഒരു രക്ഷയില്ല. വണ്ടി കാറിനകത്ത് വരുന്നവർ ശ്രദ്ധിക്കുക. കാറിനകത്ത് വലിയ പാടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എഴുതുക. എന്തായാലും ഞങ്ങളൊരു പരുവത്തിന് എത്തി. അപ്പോൾ ഇനി ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ട്, അവർ വരാനുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് കാണിച്ചേ? അമ്മയുണ്ട്, ഞാനുണ്ട്, പിന്നെ അപ്പ കടലിൽ നടക്കുന്നു. ഹായ്. കപ്പയും മീൻകറി കാണുമ്പോൾ എന്താ വേണം അമ്മ? അപ്പയ്ക്ക് എന്താ വേണം? എനിക്ക് പാനിപ്പൂരി. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴും കസേര അടിഞ്ഞു പോയി. ഇവിടെ കസേരയുടെ ടെൻ്റ് ഉണ്ട് കേട്ടോ. ടെൻ്റ് അടിക്കാൻ അഴീക്ക ബീച്ചിൽ ടെൻ്റ് അടിക്കാനേ ഇവിടെ നല്ല ആളുണ്ട് ഗൈസ്. നമ്മള് ഒരു ഉണ്ടാക്കാൻ തന്നെ എന്തൊരു പാടാ. ഒന്നുമില്ല. ഞാനില്ല എന്തായാലും. അതാണ്ട് ഇവിടെ ദഹിപ്പൂരി, പാനിപ്പൂരി, സേവ്പൂരി, മസാലപ്പൂരി. അതാണ്ട് പിള്ളേർക്ക് ഒട്ടകത്തിൽ കയറാം. പിന്നെ ഇതാ ഇവിടെ സ്റ്റേജുണ്ട്, പാട്ട് പാടാം. അതെ, കുതിര സവാരിയുണ്ട്. ഇന്ന് സ്റ്റേജിലൊന്നും പ്രോഗ്രാമില്ല. ഇവിടെ ട്രാക്ക് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സുനാമി സ്മൃതി അനുസ്മരണമൊക്കെ ഉണ്ടായിരുന്നു. പാനിപ്പൂരി കേരളക്കാരൻ്റെ പാനിപ്പൂരിയാണ്. ഒരുപാട് പേര് പട്ടം പറപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാഴ്ചയാണ്. അത് നല്ല പിള്ളേരുമൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും പട്ടം. പറ്റിക്കുന്നു. ഇവിടെ എല്ലാ സ്റ്റാളിലും പാട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഫുഡ് സ്റ്റാളാണ്. ഏറ്റവും കൂടുതൽ വിവിധ തരത്തിലുള്ള ഐസ്ക്രീമും മറ്റും അങ്ങനെയുള്ള സ്റ്റാളുകളാണ് കൂടുതലുള്ളത്. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ സോണായിട്ട് 1-2 ഐറ്റം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്നു പോയിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം വിവിധ തരത്തിലുള്ള ഫുഡാണ്. റേറ്റൊക്കെ ഇച്ചിരി കത്തിയാണ്, എന്നാലും കുഴപ്പമില്ല.
പിള്ളേരുമായിട്ടൊക്കെ വന്ന് ഇച്ചിരി നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. സ്വർണ്ണ കൊടുക്കുക എന്ത് ഇതാ സ്വർണ്ണ കൊടുക്ക. എങ്ങനെയുണ്ട് സ്വർണ്ണ കൊടുക്ക? ഫുഡ് മാത്രമേ ഉള്ളേ. രാവിലെ അക്കുസിൽ പോകുമ്പോഴേ ഫാനും കൊണ്ട് കൊണ്ടിരും. ഫാൻ കാർണിവൽ വന്നാലേ ടീറ്റിയും കൂടി മാത്രമേ നടക്കത്തുള്ളൂ. എവിടെ അപ്പുറത്തുണ്ടല്ലേ? ഏകദേശം 3/4 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടു റോഡിൽ. പക്ഷെ ആ അത്രയും തിരക്ക്, അത്രയും ബ്ലോക്ക് കണ്ടിട്ട് അതിനകത്ത് വന്ന ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. കാരണം ഒരു വണ്ടിക്കകത്ത് ചിലപ്പോൾ ഒരാളോ രണ്ടാളൊക്കെ ആയിരിക്കും വരുന്നത്. എല്ലാവരും ഇപ്പോൾ കാറിനകത്തല്ലേ വരുന്നത്. പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലവുമില്ല. ഉള്ള പാർക്കിംഗ് ഏരിയ എല്ലാം പലരും കയറ് കെട്ടി തിരിച്ചു. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഐറ്റം എന്താ ഇതാണ് ഇവിടെ കാണുന്നത്. 1-2 ഐറ്റം മുകളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങളിതാ ഞാൻ അടുപ്പിച്ചേ. അപ്പം ഞങ്ങളിതാ കഴിക്ക് വന്ന് ടെൻ്റ് അടിക്കാൻ പോകണം. ആൾക്കാരൊക്കെ ഇപ്പോൾ നോക്കും. നമ്മൾക്ക് വട്ടാവുന്നത് ആവശ്യമില്ല എങ്കിൽ പോലും ഒരു രസം. ഷോ കാക്കുമാക്കോ. അപ്പോൾ അഴീക്കൽ ബീച്ച് വന്ന് ടെൻറ്റ് ഉപയോഗമില്ലായിരുന്നേ. എന്തായാലും ഇങ്ങനെങ്കിലും ഉപയോഗമാണ്. ടെൻറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങനെങ്കിലും ഉപയോഗമാണ്. അത് മേടിച്ചോണ്ട് വന്ന് മട്ടൻ കുറച്ച് ഓംലേറ്റ് ഉണ്ടാക്കാൻ. മാവ് മേടിച്ചോണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് 2-3 പേരോട് വരാനുണ്ട്. എത്ര പേര് വരാനുണ്ട്? 6. ഇനി 6 പേരോട് വരാനുണ്ട്. ആരൊക്കെയാണ് കാണിച്ചത്? മോനെ അവിടെ ഇരുന്നോ? മോനിനി ഇവിടെ നല്ല ഞാനങ്ങരുത്. അതാ ഇതാരുടെ എടുത്തോണ്ട് പോകും. പോവും. അതുകൊണ്ടാണ് ഏതോ ഒരുത്തൻ ചവിട്ടിയിട്ട് പോയി. എന്താ ഇതേ? ഇതാണ് നമ്മൾ പറഞ്ഞ ആളുകൾ. ഹലോ പറയൂ. ഹായ്. അവിടെ നിൽക്കുന്നില്ലേ 3 പേർ. ഇവരാണ് ഞങ്ങൾ പറഞ്ഞ ആളുകൾ. സ്റ്റാൻഡല്ല, അതിന് ചേരാന്ന് വടാപ്പാവ്. ഐസ്ക്രീം പനിക്ക് നല്ലതാ. ഐസ്ക്രീം അല്ലേ? നമ്മുടെ ടെൻറ്റ് ഇവിടെ കൊണ്ടടിച്ചത് നമ്മളിവിടെ. എന്തായാലും കഴിക്കാൻ വാങ്ങുന്നുണ്ടോ ഇതിൽ? ചെല്ല്. ടെൻറ്റ് കൊണ്ടുവന്നതിന് എന്നെ കളിയാക്കിയത് കേട്ടോ. ടെൻറ്റ് കൊണ്ടുവന്നതിന് എന്നിട്ട് അവരെല്ലാം കൂടെ കറങ്ങാൻ പോയി. എന്നിട്ട് അവിടെ തിരിച്ചിട്ട് ചെയ്തത്. അപ്പം മഴ പെയ്യും. ഞാൻ ഇതിനകത്ത് ഞാൻ കയറ്റത്തില്ല. എല്ലാവരും ഇതുപോലെ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു. അതേ വരും. ഓരോരുത്തർ മഴ പെയ്തപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പതുക്കെ ചാടി എണീറ്റ്. ഞാൻ ഇതിനകത്ത് ഞാൻ ഇരുന്നോളാം. ആഹാ ഞാൻ ഒറ്റയ്ക്ക് മഴ പെയ്യട്ടെ. മഴ പെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മഴ പെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മഴ എല്ലാവരും ഇവിടുന്ന് പോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഈ ടെൻറ്റിനകത്ത് ഇറങ്ങാം. മഴ ഇത് കൊണ്ടുവന്നപ്പോഴേ ഇല്ല ആരെയും കേട്ടത്തില്ല. ഇല്ല കട തന്നെ പോയിരിക്കണേ. ഇല്ല കടയിൽ പോയിരിക്കണേ കേട്ടാ. ഹലോ, ഇവിടെ വരെ വന്നിട്ട് എൻ്റെ വ്ലോഗിനകത്ത് കണ്ടില്ലേ? മോശമല്ലേ? കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടുത്തേ. ആനന്ദി. ആയി എന്തായിരുന്നു? ഓ ഓക്കെ. അപ്പോൾ ഈ കച്ചവടം ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഈ നാട്ടുകാർ തന്നെ കേട്ടോ.
അപ്പോൾ ജനുവരി 5 വരെയാണ് ഈ ബീച്ച് കാർണിവൽ നടക്കുന്നത്. അപ്പോൾ പരമാവധി പകൽ നേരത്തെ വരിക. സന്ധ്യയ്ക്കൊക്കെ ഒരു 5 മണിക്ക് ശേഷമൊക്കെ വന്നാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.